എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം പോലെ നോക്കേണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലേക്ക് ഉണ്ട്, അതൊന്ന് കിണുകിനെ അടിച്ചു വെക്കുക. നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടവടെ എത്താം. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഈ വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമന്റ് ചെയ്യുക, ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് തരിക. കൂടുതലായിട്ട് പിന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രേണു സുധീനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ രേണു സുധി വിഷയത്തിൽ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ മുന്നോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്, ആവർത്തന വിരസത തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ താല്പര്യമുള്ള അപരാധം കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ രേണു സുധിയും അവരുടെ രണ്ട് മക്കളുമായിട്ട് കൂടിയിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ താഴെ പുള്ളിക്കാരി ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു: ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ മക്കൾക്ക് നാണക്കേടാ എന്ന് പറയുന്നവർക്ക് അതേ എൻ്റെ രണ്ട് മക്കളുമായി ഞാൻ ഇതാ മുന്നോട്ട് പോകുന്നു. വളരെ നല്ല കാര്യമാണ്. രണ്ട് മക്കളുമായിട്ട് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകണം. അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതും അങ്ങനെ തന്നെ വേണം. ഇന്നലെ നൈറ്റ് ഞങ്ങൾ എടുത്ത സെൽഫിയാണ്. കിച്ചു എൻ്റെ മൂത്ത മോൻ. എൻ്റെ ഋതുവിനേക്കാൾ സ്നേഹം അല്പം കൂടുതൽ എൻ്റെ കിച്ചുവിനോടാണ്. കാരണം അവനാണ് എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത്. നീ ഒക്കെ ഇനി എന്നാ നെഗറ്റീവ് പറഞ്ഞാലും നോ പ്രോബ്ലം. ഈ ഒരു സാധനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നീയൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ആളെടുത്തിരിക്കുന്നത്. അതിനോട് മാത്രമേ ഉള്ളൂ നമുക്കൊരു വിയോജിപ്പ്. അവർ അഭിനയത്തിലേക്ക് ഇറങ്ങുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല, അവർ വസ്ത്രം ഇടുന്നതിനോ വസ്ത്രം ഊരുന്നതിനോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നെഗറ്റീവ് പറയുന്നതും ക്രിറ്റിസിസവും ഉണ്ട്. ഈ ക്രിറ്റിസിസത്തിനെയും കൂടെ നെഗറ്റീവായിട്ട് കണ്ട് എല്ലാവരെയും വിമർശിക്കുന്ന എല്ലാവരെയും അടപടല തിരിച്ച് മോശമായിട്ട് അഭിസംബോധന ചെയ്യുന്നൊരു സാധനം പലപ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല സംഭവം. ഈ പുള്ളിക്കാരി ഇപ്പോൾ എന്തോ ഒരു ഷോർട്ട് ഫിലിം, ആഡ് ഫിലിം എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരി എന്ത് ചെയ്താലും അത് വിവാദമാവും, വൈറലാവും, ഭയങ്കര റീച്ച് ഉണ്ടാവും. ഇത്തരത്തിൽ റീച്ച് ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ കുറേ ഓൺലൈൻ മീഡിയ ക്യാമറ എടുത്തുകൊണ്ട് ഈ പുള്ളിക്കാരിയുടെ പുറകെ പോയി ഈ പുള്ളിക്കാരി പറയുന്ന സാധനങ്ങളെല്ലാം ചോർത്തിയെടുക്കും. ഈ പുള്ളിക്കാരിയെ കൊണ്ട് നെഗറ്റീവ് പറയിക്കുക, പുള്ളിക്കാരുടെ നെഗറ്റീവ് വിറ്റ് കാശുണ്ടാക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നെഗറ്റീവ് ഒന്ന് കണ്ടുപോകാം. അതായത് ആദ്യം ചോദിക്കുന്നത് യസ്മ സീരീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ യസ്മ സീരീസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദീപ്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ 18+ കണ്ടന്റുകൾ മാത്രം റിലീസ് ചെയ്യുന്ന ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ OTT പ്ലാറ്റ്ഫോമിൽ 18+ കണ്ടന്റ് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ഇവരോട് ചോദിച്ചത്. അതിന് ഇവർ പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. അഭിനയത്തിന് എനിക്ക് താല്പര്യമില്ല. ഇന്റിമസി എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പം നമ്മളിപ്പോ ചെയ്തില്ലേ ആൽബം സിനിമ, അതിനകത്തൊക്കെ ഉണ്ടല്ലോ ഇന്റിമസി. സിനിമയ്ക്കകത്ത് മാത്രമല്ല ഇന്റിമസി, അത്ര ഇന്റിമസി അല്ലേ? അതെ, അത് തന്നെയാണ് അവിടെ പറഞ്ഞു. എന്റെ പ്രഷർ കുടുംബ പ്രഷറാണ്. സോ അതുകൊണ്ട് ഞാൻ യസ്മ സീരീസിനകത്ത് അഭിനയിക്കത്തില്ല. പുള്ളിക്കാരിയുടെ ഓഡിയൻസ് മൊത്തം കുടുംബ പ്രേക്ഷകരാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അഭിനയിക്കാത്തതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യം പുള്ളിക്കാരിയോട് ചോദിക്കാനുള്ള കാരണം, പ്രത്യേകിച്ചും ഈ ചോദിക്കുന്ന ആളുകൾക്ക് പുള്ളിക്കാരി ഇത്തരത്തിലുള്ളൊരു സ്ത്രീയാണെന്നൊരു പുള്ളിക്കാരുടെ വായിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രാൻഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതോടൊപ്പം തന്നെ ഈ ദാസേട്ടനുമായിട്ട് എന്തെങ്കിലും ഒരു ഇൻവോൾവ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നത്. അതിനെല്ലാം പുള്ളിക്കാരി ബുദ്ധിപരമായിട്ടുള്ള കൗണ്ടർ ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇവരുടെ കുടുംബ പ്രേക്ഷകർ ഉള്ള ഒരു സാധനം നമുക്ക് കണ്ടു നോക്കാം. ഇവരുടെ മുഖം വെച്ചിട്ട് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു ആൽബം സോങ് ഏതാണ്ട് റിലീസായിരുന്നു, ഉയരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ താഴെ ഈ കുടുംബ പ്രേക്ഷകരുടെ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ അഭിനയം 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. സേവ് ദ ഡേറ്റ് ചെയ്യുന്ന പിള്ളേർ ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ചെയ്യും. ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കാണുന്നതാണ് ഒരു ആശ്വാസം. വൈറൽ പിടുത്തം വിട്ടൊരു റീലില്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരുടെ എല്ലാ റീലിലും ഒന്നെങ്കിൽ ആരെങ്കിലും പിടിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരി തന്നെ പൊത്തിപ്പിടിക്കും. സുധിച്ചേട്ടൻ ഹാപ്പിയാണ്, അത് മതി. ഇത്തരത്തിലുള്ള വളരെ നെഗറ്റീവ് കമന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിപ്പോൾ ഉള്ളത് പ്രശസ്തി അല്ല, കുപ്രസിദ്ധിയാണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഈ വീഡിയോയുടെ താഴെ വരുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് പറഞ്ഞാൽ പോസിറ്റീവ് കമൻറ്റ് 10% പോലും ഇവർക്ക് വരുന്നില്ല, കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. ആ നെഗറ്റീവ് കമൻറ്റുകളെ ഈ ആൽബങ്ങൾ എടുക്കുന്നവരും ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും എല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കാര്യം. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഔട്ട് ലാസ്റ്റ് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർക്ക് തന്നെയാണ് മനസ്സിലാക്കുക. ഇനി ഇവരുടെ മില്യൺസ് വ്യൂ പോയ ഇവർ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ആൽബം ഏതാണ്ട് ഉണ്ടായിരുന്നു, മോഹം എന്ന് പറഞ്ഞിട്ട് 1 മില്യണോളം വ്യൂ പോയതാണ്. 1 മില്യണോളം വ്യൂ പോയ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ താഴെ നമ്മൾ നോക്കിയാലും പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർ വന്നിട്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സാധനങ്ങൾ തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും അവർ പറയുന്നുണ്ട് ഇതിൽ രേണുവിൻ്റെ അഭിനയം കണ്ടിട്ട് ചിരി വരുന്നു. അത് ഓക്കെ, അവർ നല്ലൊരു ഡയറക്ടറെ കിട്ടുമ്പോൾ അവർ നന്നായിട്ട് ചെയ്യുമായിരിക്കും. പിന്നെ രേണു തനിക്ക് അഭിനയിക്കാൻ അറിയില്ല, തൻ്റെ രൂപവും അത് വേണ്ട. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും
എന്ത് ഈ ഷോർട്ട് ഫിലിം എടുത്ത ആൾക്ക് നല്ല തലയാണ്, ഷോർട്ട് ഫിലിം ഒന്നിനും കൊള്ളില്ല, റീച്ച് കിട്ടാനുള്ള വഴി ഇതിൽ തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പല തരത്തിലുള്ള കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലി ഓഡിയൻസും ഇല്ല, കുടുംബ പ്രേക്ഷകരും ഇല്ല, അല്ലാത്ത പ്രേക്ഷകരും ഇല്ല. നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാം നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പല വീഡിയോസും പലരും കാണുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് ഓർത്ത് വെക്കുക, നിങ്ങളിങ്ങനെ നെഗറ്റീവിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേനും അത് ഇടിച്ച് നിൽക്കും, അതിൻ്റെ മേപ്പോട്ട് അത് പോകത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അന്ന് ഇപ്പോൾ നിങ്ങളെ പൊക്കിക്ക് തല വെച്ചുകൊണ്ട് നടക്കുന്ന പല ഓൺലൈൻ മീഡിയസും നിങ്ങളുടെ കൂടെ കാണില്ല എന്നുള്ള മനസ്സിലാക്കുക. ഈ നെഗറ്റീവിനെ നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റുക. ഇനി ഇതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പുള്ളിക്കാരിയുടെ വായിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. സപ്പോർട്ട് ചെയ്യുന്നവര് വീണ്ടും സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറയുക, സന്തോഷം, ഹാപ്പി. ഞാൻ ഇങ്ങനെ തന്നെ പോകും, ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ തന്നെ പോകും. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയുക എന്നാണ് പറയുന്നത്. അപ്പം ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ മെജോറിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ മെജോറിറ്റിയിൽ കൂടുതൽ സൂപ്പർ മെജോറിറ്റി ആൾക്കാരും നിങ്ങളെ എതിർത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചുരുക്കം ചിലർ കാണും തീർച്ചയായിട്ടും. അപ്പോൾ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ, ഞാൻ ഇങ്ങനെ തന്നെ പോകും എന്നൊരു സ്റ്റാൻഡ് മാക്സിമം എടുക്കാതിരിക്കുക. കാരണം നമുക്ക് നെഗറ്റീവ് വരുമ്പോഴത്തേനും നമ്മളത് മാറി ചിന്തിക്കണം. തല പോയാലും ഞാൻ നെഗറ്റീവ് തന്നെ ഉണ്ടാക്കും, ഞാൻ ഇങ്ങനെ തന്നെ അഭിനയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ ഈ പറയുന്ന പൊക്കി തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മീഡിയകളും ആൽബും എല്ലാം നിങ്ങൾ തേക്കും. നിങ്ങളുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് പബ്ലിസിറ്റി അവരെടുത്തിട്ട് അവരിത് ബ്രാൻഡ് ചെയ്ത് വലുതാക്കാൻ ശ്രമിക്കുന്നു. ഞാനും ഇത് തന്നെ ചെയ്യുന്നു, നീ അത് തന്നെ അല്ലടാ ചെയ്യുന്നു എന്നുള്ള കമന്റ് വരണ്ട, ഞാനും ഇത് തന്നെ ചെയ്യുന്നത്. ചോദിക്കണം, ഇതിനെന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ബോഡി ഷേമിങ്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ബോഡി ഷേമിങ് ആണ്. ഈ ബോഡി ഷേമിങ്ങിനൊന്നും ഞാനും സമ്മതിച്ചിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബോഡി ഷേമിങ് ഒന്നുമല്ല പ്രശ്നം. ഈ പുള്ളിക്കാരി വരുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരി ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കണോ അത് സപ്പോർട്ടേഴ്സിനെ ഉണ്ടാക്കണോ എന്നുള്ള പുള്ളിക്കാരിയുടെ താല്പര്യമാണ്. പക്ഷേ പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായ ഒരു നടനാണ്, അല്ലെങ്കിൽ പ്രിയങ്കരനായ ഒരു കലാകാരനാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്നത്. പുള്ളിയുടെ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വളരെ നല്ല പേരാണ് നിങ്ങൾ ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണു സുധി എന്ന് പറയുന്നതിന് വരെ നിങ്ങൾ ഇനി രേണു എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ അറിയപ്പെടും ആൾക്കാർ. നിങ്ങൾ സുധിച്ചേട്ടൻ്റെ പേര് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, നമുക്കെന്ത് പറയുന്നത്, അവരുടെ ഭർത്താവിൻ്റെ പേര് അവർ ഉപയോഗിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാനാണ്. പക്ഷേ അത് നെഗറ്റീവായിട്ട് ആളുകളിലേക്ക് ഉണ്ടാക്കാതിരിക്കുക. പുള്ളി അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം കൊടുത്തിട്ടുണ്ടാക്കിയ ഒരു നല്ല പേരാണ് നിങ്ങളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ബാക്കിയാക്കാം. നെഗറ്റീവ് വരാൻ കാരണം ഈ പറഞ്ഞ പോലെ കൊല്ലം സുധി എന്നുള്ള ഒരു പേര് വെച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ. പിന്നെ ഞാൻ എന്നാ പേര് വെക്കേണ്ടത്? കൊല്ലം സുധിയുടെ വൈഫല്ലേ ഞാൻ, പിന്നെ ഞാൻ ആ പേരിലേ വെക്കേണ്ടത്. നമ്മൾ ആ പേര് വെച്ചത് കൊണ്ടല്ല നമുക്ക് നെഗറ്റീവ് വന്നത്. രേണു സുധി എന്ന് വന്നതുകൊണ്ടല്ല നമുക്ക് നെഗറ്റീവ് വന്നത്. ഈ രേണു സുധി എന്ന് വെച്ചിട്ട് ഈ സുധിച്ചേട്ടൻ്റെ പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ടാണ്. ഒരു തവണ നമ്മളൊരു റീലെടുത്ത് ഏറി കയറി വിമർശനങ്ങൾ വന്നു, ഓക്കെ നമ്മൾ സമ്മതിച്ചു, നിങ്ങൾക്ക് അബദ്ധം പറ്റി. രണ്ടാമത്തെ തവണ ഇത് തന്നെ സംഭവിച്ചു, നമുക്ക് അബദ്ധം പറ്റി സമ്മതിച്ചു. മൂന്നാമത്തെ തവണ നമുക്ക് അബദ്ധം പറ്റി സമ്മതിച്ചു. ഇതിങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻറ്റൻഷനലി, അതായത് എനിക്ക് ഈ ഒരു നെഗറ്റീവ്, അതായത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നൊരു നെഗറ്റീവാണ് എല്ലാവർക്കും വേണ്ടത്. അല്ലെങ്കിൽ കൊല്ലം സുധിയെ അവഹേളിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റാത്തൊരു സാധനങ്ങൾ നിങ്ങൾ ചെയ്തു, ഇതാണ് എല്ലാവർക്കും കാണാൻ ആഗ്രഹം, ഇതാണ് എല്ലാവരും കാണിക്കുന്നത്. ഇതേ സാധനം മനസ്സിലാക്കി നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല നിങ്ങൾ കൊല്ലം സുധിച്ചേട്ടൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ടൊന്നും ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിന്റെ പേര് നശിപ്പിക്കാതിരുന്നാൽ മതി. ഞാൻ വേറെ ഒരുത്തിനെ കെട്ടിക്കഴിഞ്ഞാൽ അവന്റെ പേര് വെക്കാം. ഇതിപ്പോ സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ പേരിലേ വെക്കത്തുള്ളൂ. അതെങ്ങനെ മാറ്റുന്നത്? ഇതിപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മൾ മാറ്റണ്ട. പക്ഷെ നമ്മൾ ആ പേരിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കുക. അദ്ദേഹം ഉണ്ടാക്കിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ബാക്കി പറ. ദാസേട്ടന്റെ ഫാമിലി വിളിച്ചാൽ ഞാൻ സിനിമ കാണാൻ പോകും. ദാസേട്ടൻ വിളിച്ചാൽ വരില്ലേ സിനിമയ്ക്ക്? അതായത് ഈ ഓൺലൈൻ മീഡിയസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടുതലും ഈ പുള്ളിക്കാരിക്ക് നെഗറ്റീവ് വീണ്ടും ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ. ഇപ്പോൾ ചോദിക്കും നീ ഉണ്ടാക്കുന്ന വീഡിയോ അതല്ലെന്ന്, ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ. നെഗറ്റീവ് കൂടുതൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവർ കൂടുതലായിട്ടും ഈ പുള്ളിക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദാസേട്ടനായിട്ടൊരു ഡിങ്കോൾഫി ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവർക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അതിനെല്ലാം എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സംസാരം നടക്കുമ്പോഴത്തേനും അത്തരത്തിലൊരു സംസാരം ഉണ്ടാക്കാതിരിക്കാനുള്ള ബുദ്ധിയല്ലേ നമ്മൾ കാണിക്കേണ്ടത്, വിവേകമല്ലേ നമ്മൾ കാണിക്കേണ്ടത്. നീയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും, നീയൊക്കെ എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാരപരമായ നടപടിയായിട്ടാണ് പലർക്കും ഫീൽ ചെയ്യുന്നത്. എനിക്കത് അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ
ഫീൽ ചെയ്തത്. നമുക്ക് എല്ലാ കാലത്തും ഒരു നെഗറ്റീവ് പേരും കൊണ്ട് പബ്ലിസിറ്റി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പോസിറ്റീവ് അല്ല, ജനപിന്തുണ ലഭിച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് നാൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ല ഇപ്പോഴത്തെ ഒരു പീക്കിൽ ഇങ്ങനെ പോയിട്ട് കുറേ ചെല്ലുമ്പോഴത്തേനും ആൾക്കാർ വലിച്ച് താഴോട്ടിടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ കാണുന്ന ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ ഈ ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് അല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കുക. ഉടനെ നീ എനിക്ക് ജീവിക്കാൻ പൈസ കൊണ്ട് തരുമോ എന്ന് ചോദിക്കണ്ട, എൻ്റെ തന്നെ ജീവിക്കാൻ പൈസ ഇല്ല, ബാക്കി പറ. ഇല്ല നിനക്കിട്ട് വന്നോളൂ ഇനി കുറച്ച് ഈ ആൽബം ഒന്ന് ഇറങ്ങട്ടെ. മോനെ കുറച്ച് ഡിപ്രഷൻ അടിച്ച് മോങ്ങിയിരിക്കണം. മോനെ കേട്ടോ, ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് തന്നെ നല്ലോണം ഉറപ്പാണ് ഇത്തരത്തിലുള്ള ആൽബങ്ങൾ ഇവർ ചെയ്യുമ്പോഴത്തേനും, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇവർ ചെയ്യുമ്പോഴത്തേനും ഇത് ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ഒരാൾക്കും കൂടെ നെഗറ്റീവ് ഉണ്ടാവും. ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് പുള്ളിക്കാരിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ചെയ്യുന്നത്. നമുക്കതിൽ ഇതിൻ്റെ ഒരു ഫ്രീ പ്രൊമോഷനോട് ചെയ്തോളാം. ഇതാണ് ഇവരിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ ഈ ഒരു നായകനെ വെച്ചിട്ടാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കരിമിഴി കണ്ണാൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ കാണാം പുള്ളിക്കാരി മാലയൊക്കെ ഇട്ട് എല്ലോലം പോയി പിന്നെ ആ ഒരു സാധനത്തിലുള്ളൊരു ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ കല്യാണമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കല്യാണ കുറിയൊക്കെ അടിച്ചിട്ട് രേണു അതിൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചിട്ട്, പക്ഷേ അതിൻ്റെ താഴെ അഡ്രസ്സൊക്കെ നോക്കുമ്പോഴത്തേനും 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു കല്യാണക്കുറി പ്രചരിപ്പിച്ച് പുള്ളിക്കാരിയുടെ കല്യാണം, അതായത് എല്ലാവർക്കും വേണ്ടത് പുള്ളിക്കാരി പുള്ളിക്കാരി സുധിച്ചേട്ടനെ തേച്ചു മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നൊരു സാധനമാണ് എല്ലാവർക്കും നെഗറ്റീവായിട്ട് പടച്ചുവിടാൻ താല്പര്യം. അതേ പടച്ചുവിടലിന് ഇവർ ഒത്താശ ചെയ്യുന്ന പോലാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കല്യാണക്കുറി കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആൽബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് വീണ്ടും 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 ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ എതിർപ്പ് ഇങ്ങനെ പിന്നെ പിടിച്ചു വാങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എൻ്റെ വീഡിയോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങളിടുന്ന വസ്ത്രത്തിനോട് എനിക്ക് എതിർപ്പില്ല. നിങ്ങളുടെ ബോഡി ഷെയ്മിങ്ങിനോ അതിനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എല്ലാ കാര്യത്തും എല്ലാവരെയും നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു പറ്റി നിങ്ങൾക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് പേര് പല ആൾക്കാരും അതിവിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാധനം, ഈ പുള്ളിക്കാരി സുധിച്ചേട്ടൻ്റെ പെർഫ്യൂം ഉണ്ടാക്കി ഉപയോഗിച്ചതിൻ്റെ ഒരു സാധനം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ പെർഫ്യൂം അടിക്കാൻ പറ്റുന്ന പെർഫ്യൂം അല്ല, അതിന് അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെയൊക്കെ ഒരു ഗന്ധമാണുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് അവരിട്ട തമ്മനയിൽ സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്മയിൽ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായാലും കൊള്ളാം. അപ്പോൾ അവർക്കും നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞാലേ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ അത് റീച്ച് പോകത്തുള്ളൂ. അതാണ് അവർ ഉപയോഗിക്കുന്നത്, അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ സാധനം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ അഭിനയ മേഖലയിൽ, സിനിമാ മേഖലയിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഈ വിഷയത്തിൽ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറ്റൊരു